സാക്ഷര കേരളവും കേരളത്തിൻ്റെ മൂല്യവും സംസ്കാരവും ഒക്കെ ഈയിടെയായിട്ട് ഒത്തിരിയേറെ വർദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഈ കുറച്ച് നാളുകളായിട്ടുള്ള ഭരണത്തിൻ്റെ ഒത്തിരിയേറെ പരിഷ്കാരങ്ങളുള്ളതുകൊണ്ട് ഒത്തിരിയേറെ വളരുന്നുണ്ട്. ആ കൊല്ലത്തുള്ള നാട്ടുകാരോടാണ്, ഇനി നിങ്ങളാരും വിഷമിക്കേണ്ട കേട്ടോ, ആ പയ്യൻ മരിച്ചു. അത്രയും പേരുടെ മുൻപിലിട്ട് ആ പയ്യനെ ഒരു 4 പേർ ചെന്ന് തല്ലിച്ചതച്ചപ്പോൾ വെറുതെ നോക്കി നിൽക്കാനല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? എവിടെയും ഞാൻ കണ്ടില്ല. കാണാതിരുന്നതുകൊണ്ട് അത് ചെയ്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരാളെങ്കിലും ഒന്ന് മുന്നിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ആ 4 പേർ പിടിച്ചു മാറ്റാനുള്ള ഒരു 4 പേര്, ഒരു 10 പേര് അവിടെ നിങ്ങൾക്ക് ചുറ്റുമില്ലായിരുന്നോ? 4 പേർ. ആ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആശ്രയമായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്ന ആ പയ്യൻ്റെ തലയിൽ ആ വടി കൊണ്ടടിക്കുമ്പോൾ ആ തലയോട്ടി പൊട്ടുന്നൊരു സ്വരമുണ്ട്. ഞാൻ ആ വീഡിയോ ഇവിടെ വയ്ക്കാം. താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ കാണണം. കൃഷ്ണ തലയെന്ന് ചോര ഒഴുകിക്കൊണ്ടേ മറ്റേ ശരീരമാണ്. ഇനി ആരെ നോക്കിയാണ് അമ്മ ജീവിക്കേണ്ടത്? തളർന്നു കിടക്കുന്ന അച്ഛനെ നോക്കണമെന്നും രാജ്യത്തെ സേവിക്കുന്ന ഒരു പട്ടാളക്കാരനാണെന്നും അവൻ കൊതിച്ചിരുന്നു. ഇന്ന് ആ സ്വപ്നങ്ങൾക്കെല്ലാം ഇത് ഒരുപാട് ഉപദ്രവിച്ച് പിടിച്ചോണ്ട് പോയി അടിച്ചത്. കൊല്ലട അവനെ എന്ന് പറഞ്ഞിട്ട് ആക്രോശിച്ചുകൊണ്ട് അവന്മാർ വിളിക്കുന്നൊരു വിളി. ഇനി അവന്മാർ പുറത്തിറങ്ങില്ലേ? എത്ര നാൾ ജയിലിൽ കിടക്കും? ഇതൊന്നും അല്ലായിരുന്നു, ഇങ്ങനെയുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു വേണ്ടിയിരുന്നത് എന്നൊക്കെയാണ് ചിലപ്പോൾ മനസ്സിലേക്ക് വിചാരിക്കുന്നത്. ഈ ആക്രമിച്ചവർ എല്ലാവരും മദ്യാസക്തിയിലായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ പറഞ്ഞു കേട്ടത്. ഇനി അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് വേറെ ആരും ന്യായീകരിക്കാൻ വരണ്ട. തുറന്നു വയ്ക്കി 12 മണി വരെയും 1 മണി വരെയൊക്കെ നമ്മുടെ ഈ ബാറുകളും മദ്യഷാപ്പുകളൊക്കെ തുറന്നു വയ്ക്കി. 100-ൽ താഴെ ഉണ്ടായിരുന്നതിൻ്റെ എണ്ണം ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയും കൂട്ട് ഓരോ ഗ്രാമങ്ങളിലും ഓരോ വീടുകൾക്ക് ഒരു 5 വീട് കൂടുന്നിടത്ത് ഒരെണ്ണം വെച്ച് അങ്ങ് തുടങ്ങുക. ലാഭം ഉണ്ടാവട്ടെ. പിന്നെ മറ്റൊരു സമരം നടന്നിരുന്നു, നേഴ്സുമാരുടെ. എത്ര ചാനലുകൾ അത് ആത്മാർത്ഥമായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ നേഴ്സുമാർക്ക് 15,000 രൂപയിൽ നിന്ന് നമുക്കറിയാം. ഇപ്പോൾ എൻ്റെ തന്നെ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കൾ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. തുച്ഛമായ വേതനം കൊണ്ട് ജീവിച്ചു പോകുന്നവർ. അതിനകത്ത് അവർക്ക് അവരുടെ ലോൺ ഉണ്ടെങ്കിൽ ലോൺ അടയ്ക്കണം, EMI അടയ്ക്കണം, ഭക്ഷണ ചെലവ്, യാത്രാ ചെലവ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര രൂപ അവരുടെ കയ്യിൽ കിട്ടും? അതിനിടയിൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ അവിടെ കൊടുക്കണ്ടേ? അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങി കൊടുക്കണ്ടേ? ഒരു ബർത്ത്ഡേ, ഒരു കൂട്ടുകാരൻ്റെ കൂട്ടുകാരുടെ ബർത്ത്ഡേ വന്ന് അതിന് കൊടുക്കേണ്ട ഒരു 100 രൂപ. ബാക്കി എത്ര കൈ കിട്ടും? അപ്പോൾ അതിനകത്തൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മാലാകമാരായി, എന്താ പറയുക, വാനമ്പാടികളായി. പിന്നെ ഇവരില്ലാതെ പിന്നെ ഈ ഭൂലോകം മുന്നോട്ട് നീങ്ങില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഇതായി കിടക്കുന്ന താഴെ. ഇതാണ് അവസ്ഥ അല്ലേ? ഇത് പറയാൻ കാരണമുണ്ട്. ഇപ്പം ഈ നേരത്തെ കൊണ്ടുപോയ 2 അണ്ണന്മാരുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ 2 കേസിൽ പറഞ്ഞു. അതിനകത്ത് ഈ തിരുവനന്തപുരം സംഭവിച്ച സംഭവത്തിൽ പ്രതികളെ പിടികിട്ടിയിട്ടുണ്ടോന്ന് പോലും അറിയത്തില്ല. ഞാൻ എന്തായാലും ഇതിടുന്ന സമയത്ത് എന്തായാലും കിട്ടിയിട്ടില്ല. ഇവരാ ജയിലിൽ കൊണ്ടുപോയാൽ അവർക്ക് ഒരു ദിവസത്തെ വേതനം എത്രയാണ്? 650 രൂപയാണ്. ഭക്ഷണത്തിന് കാശ് കൊടുക്കണ്ട, യാത്രാ ചെലവില്ല. ഒരു അസുഖം വന്നാൽ ഗവൺമെൻറ് ചെലവിൽ തന്നെ ഡോക്ടർ വരുന്നു, ഡോക്ടർ പോകുന്നു, എല്ലാം ഗവൺമെൻറ് ചെലവിൽ. 5ൻ്റെ പൈസ അവർക്ക് കയ്യിൽ നിന്ന് പോകണ്ട. ഒരു ദിവസം 650 രൂപ, 600 വെച്ച് കൂട്ടിക്കോ. ഒരു മാസം 30 ദിവസം. എങ്ങനെ പോലും ഒരു 1800 പോട്ടെ, 18,000 പോട്ടെ, ഒരു 15,000 അപ്പോഴും കിട്ടി ഇവർക്ക്. 5ൻ്റെ പൈസ ചിലവുണ്ടോ? ഇല്ല. എന്നിട്ട് സാക്ഷര കേരളം, സാംസ്കാരിക കേരളം, ഇതാണോ കേരളത്തിൻ്റെ അവസ്ഥ? ഒരു കാര്യം പോലും പറയാൻ പോലും പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മുടെ കേരളം ഇതുപോലെ അധപതിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പോലീസിനെയാണെങ്കിലും സാധാരണക്കാരെയാണെങ്കിലും തെറ്റ് ചെയ്യാത്തവരും സ്വന്തം അമ്മയെ തെറി വിളിച്ചതെന്ന് ചോദിച്ചതിനാണ് ആ പയ്യനെ കൊന്നതെന്നാണ് വാർത്തയിൽ വന്നിരിക്കുന്നത്. അതുപോലും ചോദിക്കാണ്ട് ഇവിടെ ആർക്കും അവകാശമില്ലേ? സ്വന്തം അമ്മയെ പറഞ്ഞത്. ഞാൻ ചോദിച്ചിട്ട് കൊല്ലടാ അവനെന്ന്. എടുത്ത വഴിക്ക് കൊല്ലലാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ നാട് പോയതിന് വലിയൊരു ഉത്തരവാദിത്വം ഇവിടെ ഉള്ളവർക്കും ഉണ്ട്.
അപ്പോൾ അതിനകത്ത് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പോൾ ന്യായീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു മനുഷ്യനെ നന്നാവാനുള്ളവൻ്റെ സാഹചര്യം ഒരുക്കുന്നതിന് പകരം അവൻ നശിക്കാനുള്ള എല്ലാ സാഹചര്യവും എല്ലാ വാതിലുകളും മലർക്കെ തുറന്നിട്ട് കൊടുത്തിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനിയുള്ളവരോട് മാത്രമേ പറയാനായിട്ടുള്ളൂ, വായും പൂട്ടി വീടിനകത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടേക്കും, ഉറപ്പൊന്നുമില്ല. കാരണം ഈ പറയുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാലോ. ഒരിച്ചിരി പിടിപാടുണ്ടെങ്കിൽ സുഖമായിട്ട് ഊരിപ്പോരും. അതാണ് ഇന്നത്തെ കാലം, അതാണ് ഇന്നത്തെ സമ്പ്രദായം. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ജീവിക്കുക, അത്രയേ പറയാനായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ പ്രിയപ്പെട്ടവരെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും. നമ്മുടെ ജീവനൊന്നും ഒരു വിലയില്ലെന്നേ, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ലായിരുന്നെങ്കിൽ ഈ രാപ്പകലോളം ഈ ഇങ്ങനെ കിടന്ന് ചത്ത് കിടന്ന് പണിയെടുക്കുന്ന ഈ നേഴ്സുമാർക്ക് രാവന്തിയോളം വീണ്ടും വരുന്ന ഈ സമരം ചെയ്യേണ്ട ആവശ്യം വരുമായിരുന്നോ? സ്വന്തം അമ്മയെ തെറി പറഞ്ഞ് ചോദിക്കാൻ ചെന്ന മകന് ഇതുപോലെ ഒരു അകാല മരണത്തിൻ്റെ അവസരം വരുമായിരുന്നോ? ഒരു പെട്രോൾ മേടിക്കാനായിട്ട് ഒരു കുപ്പിയെടുത്ത് പെട്രോൾ പോയിട്ട് തിരിച്ചു വന്ന ഭർത്താവിന് സ്വന്തം ഭാര്യ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമായിരുന്നോ? കുറേ സദാചാരവാദികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരെ ന്യായീകരിക്കാൻ കുറേ പേര്. കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അതെന്താ പറയുക. എന്നിട്ട് സാംസ്കാരിക കേരളം മുന്നേറ്റ യാത്ര. ആദ്യം ഇതൊക്കെ ഒന്ന് ഒതുക്ക്. ഈ രണ്ട് കാര്യത്തിലുണ്ടായിരുന്ന ഈ മദ്യത്തിൻ്റെ ഈ ലഹരിയുടെ ഈ കണ്ടൻറ് എന്ന് പറയുന്ന സാധനം ഇന്ന് സമൂഹത്തെ ഒത്തിരിയേറെ നശിപ്പിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൊന്നും ആരും ചർച്ച ചെയ്യാത്തത്? ആ ചർച്ച ചെയ്താൽ ചിലപ്പോൾ പൊള്ളും, അതാ പ്രശ്നം. എത്ര കുടുംബങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്, എത്ര മക്കൾക്ക് അപ്പനില്ലാതാവുന്നുണ്ട്, സഹോദരങ്ങളില്ലാതാവുന്നുണ്ട്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരില്ലാതാകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഒറ്റ ആസ്പെക്റ്റിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഈ കൊല്ലത്തും തിരുവനന്തപുരത്തും നടന്നതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധ വീണ്ടും ഇത് ആവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും ഇതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടാക്സ് കിട്ടുമല്ലോ. നമ്മുടെ നാടെന്തായാലും പണ്ടത്തെ പോലൊന്നും അല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. ഇതല്ലെങ്കിൽ ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. ഇപ്പം തന്നെ കാണുമല്ലോ, മെഡിക്കൽ കോളേജിൽ നടന്ന ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ആരാ തിരിഞ്ഞു നോക്കിയത്? നഷ്ടപ്പെട്ട നമുക്ക് പോയി. കഴിഞ്ഞ ദിവസം ആ കൈ മുറിച്ച് മാറ്റപ്പെട്ട ആ കുഞ്ഞിൻ്റെ അമ്മയോടൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആരാ ഇനി അവർക്കുള്ളത്? ഒന്നും ഓർത്താ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? എന്നിട്ട് ഇവിടെ കൈ കഴുകാൻ വേണ്ടി ഒരു 100 പേര്. ഞാനൊന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട്. അധപതിച്ച് പോയ സമൂഹത്തിൽ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണത്. ഇത്രയും നാൾ നമ്മൾക്ക് എല്ലാവർക്കും, അറ്റ്ലീസ്റ്റ് കേരളം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു പൊതുബോധം ഉണ്ടായിരുന്നു. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് പറയാനുള്ളൊരു ആർജവം ഉണ്ടായിരുന്നു. അത് ആരോടാണോ പറയുന്നത് അവനത് അംഗീകരിക്കുമായിരുന്നു. ഇന്നതില്ല. കാരണം ഇന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം അവൻ ചിലപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞ മദ്യലഹരിയിലായിരിക്കും. അവനെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചോദ്യം ചെയ്യേണ്ട ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പോലീസ് പോലും പലപ്പോഴും കൈകെട്ടി നിൽക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല അവർക്ക്. മുകളിൽ നിന്നുള്ള വിളി വരും. എന്തേലും ആവട്ടെ, പറഞ്ഞു എന്ന് മാത്രം. സൂക്ഷിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്രയേ ഉള്ളൂ.